പണ്ഡിത രമാബായി ഒരു പ്രമുഖ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും പണ്ഡിതയും ഫെമിനിസ്റ്റുമായിരുന്നു. 1858 ഏപ്രിൽ 23-ന് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പ്രാധാന്യം നൽകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി വാദിക്കുന്നതിൽ രമാബായി നടത്തിയ പരിശ്രമങ്ങൾ പേരുകേട്ടതാണ്. രാമ ഡോംഗ്രെ എന്നായിരുന്നു യഥാർത്ഥ നാമം. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രമാബായി സംസ്കൃതത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. വിവിധ സംസ്കൃത ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള രമാബായിയുടെ അറിവും വ്യാഖ്യാനവുമാണ് അവർക്ക് പണ്ഡിത, സരസ്വതി എന്നീ പേര് നൽകിയത്. പണ്ഡിത രമാബായി ഒരു ബഹുഭാഷാ പണ്ഡിതയായിരുന്നു. സംസ്കൃതത്തിന് പുറമെ മറാത്തി, ബംഗാളി, ഇംഗ്ലീഷ്, ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകളിലും അവർ പ്രാവീണ്യം നേടിയിരുന്നു. 1859-ലെ കോൺഗ്രസ് സമ്മേളനത്തിൽ 10 വനിതാ പ്രതിനിധികളിൽ ഒരാളായിരുന്നു രമാബായി. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി ശക്തമായി വാദിച്ച ആളായിരുന്നു രമാബായി. സ്ത്രീ ശാക്തീകരണത്തിലുള്ള താക്കോൽ വിദ്യാഭ്യാസമാണെന്ന് അവർ വിശ്വസിക്കുകയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്ന നിലവിലുള്ള സാമൂഹിക മാനദണ്ഡങ്ങൾക്കെതിരെ പോരാടുകയും അവർ ചെയ്തു. 1882-ൽ വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹിക പരിഷ്കാരങ്ങളിലൂടെയും സ്ത്രീകളുടെ ഉന്നമനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു സംഘടനയായ ആര്യ മഹിളാ സമാജ് അവർ സ്ഥാപിച്ചു. 1882 നവംബർ 30-നാണ് ആര്യ മഹിളാ സമാജം സ്ഥാപിതമായത്. ഓരോ സ്ത്രീയെയും അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് ശാക്തീകരിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പണ്ഡിത രമാബായി ഇത് സ്ഥാപിച്ചത്. വിധവകളെ ശാക്തീകരിക്കുന്നതിൽ രമാബായി നടത്തിയ ശ്രദ്ധേയമായ സംഭാവനകളിലൊന്നാണ് ശാരദാ സദൻ. പരമ്പരാഗത ഇന്ത്യൻ സമൂഹത്തിൽ വിധവകൾ പലപ്പോഴും അരികുവൽക്കരിക്കപ്പെട്ടവരും വിവേചനം നേരിട്ടവരുമായിരുന്നു. വിധവകൾക്കായുള്ള ശാരദാ സദനിൽ അവർക്ക് വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, സ്വയം പര്യാപ്തരാക്കാനുള്ള പിന്തുണ എന്നിവ നൽകി. വിധവകൾ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയും ആശ്രയത്വത്തിൻ്റെയും ചക്രം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 1889-ൽ പൂനെയിൽ സ്ത്രീകൾക്കായി പണ്ഡിത രമാബായി ആരംഭിച്ചതാണ് മുക്തി മിഷൻ. കുടുംബങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്ത യുവ വിധവകൾക്ക് അഭയം നൽകുന്നതിനായാണ് മുക്തി മിഷൻ അവർ സ്ഥാപിച്ചത്. രമാബായിയുടെ ഒരു പ്രധാന കൃതിയായിരുന്നു ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. 1887-ൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിലൂടെ രമാബായി അക്കാലത്തെ സാമൂഹിക തിന്മകളായ ശൈശവ വിവാഹം, ബാലവിധവകളുടെ ദുരവസ്ഥ, സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമർത്തൽ എന്നിവയെ എടുത്തുകാണിച്ചു. പണ്ഡിത രമാബായി ഒരു പണ്ഡിത എന്നതിലുപരി ആഴത്തിലുള്ള പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെ ഉന്നമിപ്പിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ഒരു ദർശകയായിരുന്നു. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും സാമൂഹിക എതിർപ്പുകളും നേരിട്ടിട്ടും എല്ലാവർക്കും വിദ്യാഭ്യാസം, സമത്വം, അന്തസ്സ് എന്നിവയ്ക്കായി അവർ ഒരിക്കലും പോരാടുന്നത് നിർത്തിയില്ല. അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളിലും അവർ സ്പർശിച്ച എണ്ണമറ്റ ജീവിതങ്ങളിലും അവരുടെ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു. യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് ധൈര്യത്തിൽ നിന്നാണെന്ന് അവരുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചോദ്യം ചെയ്യാനുള്ള ധൈര്യം, എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം, ഒന്നുമില്ലാത്തിടത്ത് അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ധൈര്യം. നമുക്കെല്ലാവർക്കും അവരുടെ യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ നീതിയുക്തവും തുല്യവുമായ ഒരു ലോകത്തിനായുള്ള പ്രവർത്തനം തുടരാം. താങ്ക് യു.